യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു ഞാൻ. ഇവിടെ പൂർണ്ണമായി എല്ലാ നിലക്കുമുള്ള ധർമാധർമ്മങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ് ബൈബിൾ എന്ന് പറഞ്ഞു. തീർച്ചയായും പരിശോധിക്കപ്പെടേണ്ടതാണ്. പക്ഷേ മദ്യത്തിന്റെ വിഷയത്തിൽ ഞാനിവിടെ പറഞ്ഞു, മദ്യപാനം എന്ന വിഷയം, അതിൽ ബൈബിളിന്റെ വിധി എന്താണ്? കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 6-ാം അധ്യായത്തിലെ 10-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നു, മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല. അതേ ബൈബിളിൽ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിലെ 1 മുതൽ 11 വരെയുള്ള വചനങ്ങളിൽ നമ്മൾ യേശു ക്രിസ്തു തന്നെ പച്ചവെള്ളം മദ്യമാക്കി മാറ്റിയതും അത് തൻ്റെ സമൂഹത്തെ കൊണ്ട് കാനായിലെ കല്യാണ വിരുന്നിൽ പങ്കെടുത്തവരെ കൊണ്ട് കുടിപ്പിക്കുകയും അവർക്ക് ലഹരി ബാധിക്കുകയും ചെയ്ത കഥ നമ്മൾ വായിക്കുന്നു. ഇവിടെ ഒരു അബ്കാരി ചോദിക്കുന്നു തിരിച്ച്, മദ്യം ശരിയല്ല എന്ന് പറയുമ്പോൾ ഒരു അബ്കാരി തിരിച്ചു ചോദിക്കുന്നു, ഞാൻ യേശു ചെയ്ത പണി മാത്രമല്ലേ ചെയ്യുന്നത് എന്ന്. എന്താണ് മറുപടി? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മറുപടിയുണ്ട്. ഇല്ല ഇല്ല, എൻ്റെ ബഹുമാന്യനായ യേശു ക്രിസ്തു, എൻ്റെ പ്രവാചകനായ യേശു ക്രിസ്തു അങ്ങനെ ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ മത്തായിയും മാർക്കോസും ലൂക്കോസും അറിയേണ്ടിയിരുന്നു. ഇല്ല, 80കൾക്ക് ശേഷം മാത്രം എഴുതപ്പെട്ട യോഹന്നാൻ ഗ്രീക്ക് ഫിലോസഫിയിൽ നിന്ന് പലതും കടമെടുത്ത കൂട്ടത്തിൽ കടമെടുത്ത ഒരു അത്യാചാരത്തിന് തെളിവുണ്ടാക്കുവാൻ വേണ്ടി മഹാനായ യേശുവിൻ്റെ ജീവിതത്തെ ബലിയാടാക്കുകയാണ് ചെയ്തത് എന്ന് ഞാൻ തീർച്ചയായും മറുപടി പറയും. അവിടെയാണ് പ്രശ്നം, അവിടെയാണ് അടിസ്ഥാനപരമായ കാര്യം. ഇവിടെ മറ്റ് എന്തെങ്കിലും ചർച്ചകളുടെ പ്രശ്നമല്ല. ഞാനിവിടെ പറഞ്ഞു, ബൈബിളിലെ ശാസ്ത്രീയമായ അബദ്ധങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ള 20 അബദ്ധങ്ങൾ, 1.5 ലക്ഷം രൂപ കിട്ടുമെന്ന് പറഞ്ഞത്. 1.5 ലക്ഷം രൂപ വേണ്ട, അത് സുഖമായിട്ട് നമ്മളുടെ ചർച്ചിന് തന്നെ അതിൻ്റെ അക്കൗണ്ടിലേക്ക് തന്നെ വരവ് വെച്ചു കൊള്ളുക. പക്ഷേ ഒരെണ്ണത്തിന് വസ്തുനിഷ്ഠമായി, ഞങ്ങൾ 8ാം ക്ലാസ്സുകാരാണ്, ഞങ്ങൾ PhD-ക്കാരല്ല, ഞങ്ങൾ സാധാരണക്കാരാണ്. സാധാരണക്കാരായ ഞങ്ങൾക്ക് സ്വർഗരാജ്യത്തിലേക്ക് പോകാൻ, നിത്യജീവനിലേക്ക് പോകാനുള്ള മാർഗം കാണണം. ആ മാർഗത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു എന്ന് പറയുന്ന ബൈബിൾ നിങ്ങൾ അവതരിപ്പിക്കുമ്പോൾ, ആ ബൈബിൾ ഞങ്ങളുടെ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ അതിൽ കാണുന്നു കടകുമണിയാണ് ഏറ്റവും ചെറിയ വിത്ത് എന്ന്. ഞങ്ങൾക്കിന്നറിയാം കടുകുമണിയേക്കാൾ ചെറിയ നിരവധി വിത്തുകളുണ്ട് എന്ന്. ഇതേപോലെ നിരവധി കാര്യങ്ങൾ ഞാൻ എൻ്റെ സംസാരത്തിൽ ഉദ്ധരിക്കുകയുണ്ടായി. ആ കാര്യങ്ങളുടെ അതേപോലെ തന്നെ എൻ്റെ പുസ്തകത്തിൽ ഉദ്ധരിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതിനൊന്നും തന്നെ വസ്തുനിഷ്ഠമായ മറുപടി പറയാതെ, എന്താണ് എന്ന് പറയാതെ, അത് കൃത്യമായി എന്താണ് എന്ന് പറയാതെ, കേവല വൈകാരിക പ്രയോഗങ്ങൾ, അതാ അവിടെയും വലിയ ഒരു ഗ്രന്ഥം എടുത്തിട്ടിരിക്കുകയാണ്. ഇത് ക്രൈസ്തവ ഇസ്ലാം സംവാദം എന്ന പുസ്തകം. ഇതിലെല്ലാറ്റിനും മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇതാ ഞാൻ ഇതുവരെ ജോൺസൺ സാർ ഇങ്ങനെ പറഞ്ഞപ്പോൾ, പിന്നെ നൂറ്റാണ്ടുകളായി ക്രൈസ്തവ സഭകളിൽ പലതും ഇങ്ങനെ വിമർശനങ്ങൾക്ക് വസ്തുനിഷ്ഠമായ ഗവേഷണാത്മകമായ മറുപടികൾ രംഗത്ത് വന്നിട്ടുണ്ട്, ജേണലുകളുണ്ട്, പുസ്തകങ്ങളുണ്ട് എന്നെല്ലാം പറഞ്ഞപ്പോൾ അത് ആദരവോടുകൂടി നോക്കിക്കണ്ടിരുന്നു. ഈ പുസ്തകത്തിലുള്ളത് പോലുള്ള മറുപടിയാണ് അതിലെല്ലാം ഉള്ളതെങ്കിൽ ദയവ് ചെയ്ത് അത്തരം ഗവേഷണ പ്രബന്ധങ്ങൾ ലോകത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കാതിരിക്കുകയാണ് മെച്ചമെന്ന് കാര്യം നമുക്ക് സൂചിപ്പിക്കാറുണ്ട്. എൻ്റെ ക്രൈസ്തവ സുഹൃത്തുക്കൾക്ക്, നിച്ച് ഓഫ് ട്രൂത്തിൽ വരുന്ന ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി വരുന്ന ക്രൈസ്തവ സുഹൃത്തുക്കൾക്ക് ആദ്യമായി ഞാൻ നൽകാറുള്ള പ്രധാനപ്പെട്ട പുസ്തകങ്ങളിലൊന്നും ഇതാണ്ട് വായിച്ചാൽ ഏകദേശം സംശയം അങ്ങോട്ട് തീർന്നു കിട്ടും എന്നുള്ളതാണ്. ഇതിന് മറുപടി, ഇത് ഏത് പുസ്തകത്തിനുള്ള മറുപടിയാണോ ആ പുസ്തകം കൂടി കൊടുക്കാറുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഒരു മാന്യമായ ഭാഷ പോലും ഉപയോഗിക്കാൻ അറിയാത്ത ആളുകൾ, അങ്ങനെ തന്നെ ഞാൻ പറയട്ടെ, മാന്യമായ ഭാഷ പോലും ഉപയോഗിക്കാൻ അറിയാത്ത ആളുകൾ ഗവേഷണത്തിൻ്റെ പേരിൽ അഹങ്കാരം കൊള്ളുന്നത് കാണുമ്പോൾ അത്ഭുതം തോന്നും. ഞാൻ പറയട്ടെ, എൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള അബദ്ധങ്ങൾക്ക്, വൈരുദ്ധ്യങ്ങൾക്ക് ഒന്നിനു പോലും വസ്തുനിഷ്ഠമായി മറുപടി പറഞ്ഞിട്ടില്ല. ഒരെണ്ണത്തിന് പോലും വസ്തുനിഷ്ഠമായി മറുപടി പറഞ്ഞിട്ടില്ല ഈ പുസ്തകത്തിൽ. എൻ്റെ പുസ്തകത്തിൽ ഉദ്ധരിച്ച ഇന്ന കാര്യത്തിന് ഇന്ന മറുപടി പറഞ്ഞിട്ടുണ്ടെന്ന് വായിക്കട്ടെ, നമുക്ക് പരിശോധിക്കാം, നമുക്ക് പഠിക്കാം. അതല്ലാതെ കേവല വികാര പ്രകടനം കൊണ്ട് കാര്യമില്ല. വിഷയങ്ങൾ പഠിക്കുക വസ്തുനിഷ്ഠമായി. എന്തിനാ വികാര പ്രകടനം? നമുക്ക് ആശയങ്ങളാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. ജനങ്ങളുടെ മുന്നിൽ ആശയങ്ങൾ വെക്കട്ടെ. ഇത് ഖുർആനോ ബൈബിളോ ഏതാണ് ദൈവിക വചനം എന്ന വിഷയമല്ല. അതുകൊണ്ടാണ് ഖുർആനിലേക്ക് പോകാൻ ഞാൻ സന്നദ്ധമല്ലാത്തത്. ഖുർആനോ ബൈബിളോ ഏതാണ് ദൈവിക വചനം എന്ന വിഷയം നമുക്ക് ചർച്ച ചെയ്യാം. അതേപോലെ തന്നെ ഖുർആന്റെ ദൈവികത നമുക്ക് ചർച്ച ചെയ്യാം. ആ വിഷയം വരുമ്പോൾ ആ വിഷയം നമ്മൾ ചർച്ച ചെയ്യുക. അല്ലെങ്കിൽ സാധാരണ ചെറിയ കുട്ടികൾ പറയാറുള്ളത് പോലെ എന്തെങ്കിലും ഇന്ന തകരാറ് നിനക്കുണ്ടെന്ന് പറയുമ്പോൾ നീയും ഇന്നത് ചെയ്ത ആളല്ലേ എന്ന് പറയുന്ന ആ രീതി നിർത്തുക. ആ തകരാർ എന്താണ് അത് വസ്തുനിഷ്ഠമായി പരിശോധിക്കുക. ഞാൻ അവസാനമായി പറഞ്ഞ കാര്യം വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്. പഴയ നിയമ പുസ്തകത്തിൽ നിന്ന് ഉദ്ധരിക്കുമ്പോൾ വരെ തെറ്റുപറ്റാവുന്നവരാണ് പുതിയ നിയമഗ്രന്ഥകാരന്മാരെങ്കിൽ അവർ പറയുന്ന നിത്യജീവന്റെ സന്ദേശം തെറ്റുപറ്റാത്തതാണ് എന്ന് നമുക്ക് എങ്ങനെ അംഗീകരിക്കാൻ കഴിയും?
ഇവിടെ നിത്യജീവനാണ് ബൈബിളിൻ്റെ പ്രധാനപ്പെട്ട വിഷയമെന്നും ബൈബിളിൽ പ്രധാനമായും പറയുന്നത് അതാണ് എന്നും അതിലേക്ക് ലോകത്തെ 10,000-കണക്കിന് ആളുകളെ പരിവർത്തിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്നും എല്ലാം പറഞ്ഞു. ഞാൻ അതൊന്നും നിഷേധിക്കുന്നില്ല. 10,000-കണക്കിന് ആളുകളുടെ കഥ പറയുകയാണെങ്കിൽ നമ്മുടെ സത്യസായി ബാബക്കും അതേപോലെ തന്നെ മാതാ അമൃതാനന്ദമയിക്കും ഇപ്പോൾ വരുന്ന ഡബിൾ ശ്രീ ഗുരുക്കന്മാർക്കുമെല്ലാം ഇതേപോലെയുള്ള നിരവധി 10,000-ങ്ങളെ കുറിച്ച് പറയാനുണ്ട്. പക്ഷെ അതല്ല പ്രശ്നം. പ്രാമാണികമായി, ബുദ്ധിപരമായി, വസ്തുനിഷ്ഠമായി നമ്മൾ പരിശോധിക്കണം. എന്നിട്ട് നിങ്ങൾ പറയുക ബൈബിളിലെ പുസ്തകങ്ങൾ കാനോനികമാണ്, ദൈവികമാണ് എങ്കിൽ ഞാൻ ഈ പറയുന്ന പ്രശ്നങ്ങൾക്ക് എന്ത് മറുപടി? പ്രവചനങ്ങൾ യേശു പറഞ്ഞു എന്ന പേരിൽ യേശുവിൽ ആരോപിക്കപ്പെട്ട പ്രവചനങ്ങൾ, ആ യേശുവിൽ ആരോപിക്കപ്പെട്ട പ്രവചനങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ ദൈവികതക്കല്ല, യേശു ക്രിസ്തുവിൻ്റെ പ്രവാചകത്വത്തിനെതിരെ നിൽക്കുന്നു. ആവർത്തന പുസ്തകം 18-ാം അധ്യായത്തിലെ 19-20 വചനങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് എന്താ? ഒരു പ്രവാചകൻ തോന്നിയാസമായി വല്ലതും പറഞ്ഞാൽ അത് സംഭവിക്കില്ല. നീ ഒരു പ്രവാചകൻ ഒരു കാര്യം പറഞ്ഞിട്ട് അത് സംഭവിച്ചിട്ടില്ലെങ്കിൽ അയാൾ തോന്നിയാസമായി പറഞ്ഞതാണ് എന്ന് മനസ്സിലാക്കണം. എങ്കിൽ യേശു തോന്നിയാസമായി പറഞ്ഞു എന്ന് നഊദു ബില്ലാ. ഞാൻ വിശ്വസിക്കുന്നു മത്തായി യേശുവിൻ്റെ പേരിൽ തോന്നിയാസമായി ആരോപിച്ചു എന്ന്. എൻ്റെ മഹാനായ പ്രവാചകൻ യേശു ക്രിസ്തു തോന്നിയാസം പറഞ്ഞില്ല, തെറ്റു പറഞ്ഞില്ല. അതുകൊണ്ട് വസ്തുനിഷ്ഠമായ പഠനത്തിന് നാം വിധേയമാക്കുക, പഠിക്കുക, മനസ്സിലാക്കുക, ഗവേഷണം ചെയ്യുക, എന്നിട്ട് കാര്യങ്ങൾ ഉൾക്കൊള്ളുക എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹൃദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.